ഇസ്രായേലിന്റെ മധുര ഗായകനും അതിശക്തനുമായ രാജാവായിരുന്ന ദാവീദിന്റെ പ്രതാപ കാലഘട്ടത്തിൽ പെട്ടകം തന്റെ പ്രതാപത്തിനനുസരിച്ച്, തന്റെ പണത്തിനനുസരിച്ച്, തന്റെ രാജ്യത്വത്തിനനുസരിച്ച് പെട്ടകം തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പെട്ടകം വാദ്യഘോഷങ്ങളോടും വർണ്ണപ്പകിട്ടായ റാലി ഘോഷയാത്രകളോടും വീണയും തമ്പുരും നൃത്തം കളിക്കാനുള്ള ആൾക്കാരെ പണത്തിന് വെച്ചും സർവ പ്രതാപത്തിനനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളുടെ കൂടെ, ശ്രദ്ധിക്കണമേ, രാജാവിന്റെ പ്രതാപം എത്രയുണ്ടോ, രാജാവിന്റെ പണം എത്രയുണ്ടോ, രാജാവിന്റെ സൗകര്യം എത്രയുണ്ടോ, രാജാവിന്റെ ആഠ്യത്വം എത്രയുണ്ടോ, ആ പ്രതാപത്തിനനുസരിച്ച് പണവും പ്രതാപവും ആഘോഷങ്ങളും പാട്ടും നൃത്തവും ആഡംബരങ്ങളോട് കൂടി വാദ്യഘോഷങ്ങളോട് കൂടി പെട്ടകം കൊണ്ടുവരാൻ തീരുമാനിച്ചു. പെട്ടകം അവിടത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ കൊണ്ടുവരുന്ന സമയം പ്രത്യേകം ഉണ്ടാക്കിയ കാളവണ്ടിക്കകത്ത് വെച്ച് പെട്ടകം കൊണ്ടുവരവേ നിങ്ങൾക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. കാള അല്പം വിരണ്ടു. കാള വിരണ്ടപ്പോൾ കാളയെ തെളിച്ചു കൊണ്ടുപോയ ഊസ പെട്ടകം മറിയാതിരിക്കാൻ അതിനെ കയറി പിടിച്ചു. തിരുവചനം പറയുന്നു, പെട്ടകത്തെ തൊട്ടവന് തട്ടിപ്പോയി. എന്താണ് ഈ വചനം നൽകുന്ന സന്ദേശം? എന്താണ് ഈ വചനം നൽകുന്ന പാഠം? പ്രതാപവും പണവും ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല. എന്നാൽ പെട്ടകത്തിന്റെ മുൻപിൽ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പണം ചിലവഴിച്ചോ, പണത്തിന്റെ പ്രതാപം കാട്ടിയോ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, നിന്റെ പണത്തിന്റെ മുമ്പിലോ നീ നടത്തുന്ന പ്രതാപത്തിന്റെ മുമ്പിലോ നീ വെക്കുന്ന വെടിയാഘോഷ പൂരങ്ങളുടെ മുമ്പിലോ ഇറങ്ങി വരുന്നവന്റെ പേരല്ല ദൈവം എന്ന് വെളിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി കാള ചുമക്കുന്നതിനേക്കാൾ, പണം കൊടുത്തവന്റെ ആഘോഷ നൃത്തങ്ങളുടെ മുമ്പിൽ പ്രസാദിക്കുന്നതിനേക്കാൾ, ഹൃദയം തുറക്കുന്നവന് വേണ്ടി ഇറങ്ങി വന്ന് കർത്തൃത്വം നടത്തുന്ന ഒരു ദൈവം ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കും? ഈ ലോകത്തിന് പലപ്പോഴും ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലഭിച്ച അധ്വാനത്തിന്റെ ഫലത്തിൽ വർദ്ധിച്ച പണം ചെലവഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ബഹുദൂരം യാത്ര ചെയ്താലോ, പണത്തിന്റെ പ്രതാപത്തിനനുസരിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയുടെ പണം മുഴുവൻ മുടക്കിയാലോ, പള്ളിയിലെ മുഴുവൻ ചടങ്ങുകളും ഏറ്റെടുത്ത് നടത്തിയാലോ, അല്ല പള്ളി തന്നെ പണിയിച്ചു കൊടുത്താലോ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ മധുര ഗായകനും രാഷ്ട്രത്തിലെ ഏറ്റവും നല്ല രാജാവായ ദാവീദ് ചെയ്തിട്ട് ദൈവം തിരിഞ്ഞു പോലും നോക്കില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? സാധാരണപ്പെട്ട മനുഷ്യനല്ല, ഏറ്റവും ശക്തനായ രാജാവ് ഒരൊറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിന്റെ നെറുകയിൽ കൊള്ളിച്ച് അവനെ നിലത്തിട്ട് ഗോലിയാത്തിന്റെ അരയിലെ വാളൂരി അവന്റെ കഴുത്തു വെട്ടി പ്രതാപം കാണിച്ചല്ലേ, അഭിഷേകം കാണിച്ച ഭക്തൻ. പക്ഷേ പിന്നീട് പണമുണ്ടായപ്പോൾ, അധികാരമുണ്ടായപ്പോൾ, അധികാരം കൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ തിരിഞ്ഞു പോലും നോക്കാതെ വ്യവസ്ഥ തെറ്റിച്ചവനെ തൊട്ട് തട്ടിക്കളഞ്ഞെങ്കിൽ, ദേശമേ പെരുന്തോയിലെ മണ്ണിലോട് ഈ സുവിശേഷകന്റെ ആത്മഭാഷയിൽ വീര്യത്തോടെ വിളിച്ചു പറയുന്നു, നിന്റെ പണം എന്റെ ദൈവത്തിന് വേണ്ട, നിന്റെ നേർച്ച കാഴ്ചകൾ എന്റെ ദൈവത്തിന് വേണ്ട, നിന്റെ പ്രതാപം ദൈവത്തിന് വേണ്ട. നീ നടന്ന് നഗ്നബോധനായി നടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എന്റെ ദൈവം കഠിന മനുഷ്യരല്ല. കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം ഈ മണ്ണിൽ ഈ രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ